ഇതോ? മാമ്പഴം. ഇത് കരിക്ക്. അപ്പോൾ ഇത്രയും നന്നായി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പായസത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഒന്ന് പറയുമോ? ഞങ്ങളുടെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടുന്നാ പറഞ്ഞത് ആദ്യം എൻ്റെ പേര് ബിന്ദു. കുട്ടിയുടെ ശ്രുതി. ആ, ഞാൻ എറണാകുളം ജില്ലയിലെ സംരംഭകയാണ്. എനിക്ക് വെറൈറ്റി പായസങ്ങളാണ് എൻ്റെ ഐറ്റംസ്. അപ്പോൾ അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പഞ്ചനക്ഷത്ര പായസം എന്ന് പറയും. പഞ്ചനക്ഷത്ര പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫ്രൂട്ട്സും 5 വെജിറ്റബിളാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അത് തേങ്ങാപ്പാലും ശർക്കരയിലും തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് പഞ്ചനക്ഷത്ര പായസം. ഇത് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നല്ലൊരു എവിടെ പോയാലും പഞ്ചനക്ഷത്രം ചോദിച്ച ആൾക്കാർ ഇതെന്താ വില? ഇത് ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ്. ലിറ്ററിന് 400 രൂപ, 1 ലിറ്റർ 200, ആ റേഞ്ചിലാണ്. 4 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്, അറിയാം. പിന്നെ ഇത് നമ്മുടെ ഇളനീർ പായസം, കരിക്ക് പായസമാണ്. ഇപ്പം ചൂട് ആയതിൻ്റെ കൂടുതലും തണുപ്പിച്ചാണ് നമ്മൾ കരിക്ക് പായസം കൊടുക്കുന്നത്. അപ്പോൾ ഇളനീർ പായസം ഉണ്ട്. പിന്നെ ഇപ്പൊ സീസണ് മാമ്പഴത്തിനെയാണ്. അപ്പൊ അതുകൊണ്ട് സീസണബിളായിട്ട് മാമ്പഴം കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കിപ്പോൾ മാമ്പഴത്തിന്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് മാമ്പഴ പായസം അതിൻ്റെതായ ഒരു വെറൈറ്റിയിൽ എല്ലാം റേറ്റ് ഗ്ലാസിന് 50 രൂപ. പിന്നെ കേരളത്തിന്റെ ട്രഡീഷണൽ തനത് പായസം. പക്ഷെ എത്രയൊക്കെ പായസം ഉണ്ടെങ്കിലും ഒരു കൊച്ചുകുട്ടി വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന പായസം പാലടയായിരിക്കും. അപ്പൊ പാലട ഇല്ലാത്തൊരു സദ്യ ഇല്ല, പ്രോഗ്രാം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലട എപ്പോഴും കരുതും. പിന്നെ ഇന്നിപ്പോൾ കറണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഞങ്ങൾ എത്താനും ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് മറ്റ് 2 പായസങ്ങൾ കൂടി ഉണ്ട്. ഞങ്ങൾ 8-10 പായസമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു 6 പായസമെങ്കിലും പറഞ്ഞിരുന്നു. അപ്പൊ അതിലിപ്പോ പരിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഗോതമ്പ് ചെയ്യാൻ പറ്റി. എത്ര ദിവസമുണ്ട് ഇത്? ഞായറാഴ്ച വരെ. അപ്പൊ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നല്ല അസല് പായസം, ഇതുവരെ നമ്മൾ കുടിക്കാത്ത പായസങ്ങൾ, ഇളനീര് പായസം, ഇത് പറഞ്ഞ പഞ്ചനക്ഷത്ര പായസം എന്ന് പറഞ്ഞാൽ 5 ഫ്രൂട്ട്സ് കൂടിയല്ലേ? വെജിറ്റബിളും 5 ഫ്രൂട്ട്സ്. വെജിറ്റബിൾ വേവിച്ചുടച്ച് അത് നെയ്യിൽ വരട്ടിയതിന് ശേഷം ശർക്കര ഒഴിച്ച് തേങ്ങാപ്പാലൊഴിച്ച് പായസം ആക്കിയതിന് ശേഷം വീണ്ടും അതിലേക്ക് 5 തരം ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടാണ് ആ പായസം കൊടുക്കുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഇയാളുടെ പേരെന്താ? ശ്രുതി. അപ്പോൾ രണ്ടുപേരും വയ്ക്കുമോ പായസം വയ്ക്കുമോ? എൻ്റെ അസിസ്റ്റന്റ് ആണ്, എൻ്റെ ഹെൽപ്പ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഈ പായസം ഞാൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ പുറത്ത് വെച്ചത്. അപ്പോൾ അത്രയും ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇത് ബാലൻസ് വന്ന് എന്ത് ചെയ്യും? ഇല്ല, ബാലൻസിങ്ങിന് ഞങ്ങളിപ്പോൾ അതിനുള്ളത് വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ ആവറേജ് നമ്മളിപ്പോൾ എവിടെ പോയാലും ഫസ്റ്റ് ദിവസം ഞങ്ങളിപ്പോൾ ഇന്നലെ വന്ന് ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കൂട്ടം കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വാച്ച് ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഞങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ആവറേജ് ഇന്ന് രാത്രിക്കുള്ളിൽ എത്ര ആൾക്കാർ വരും, എത്ര നമുക്ക് സെയിൽ കിട്ടും എന്നുള്ളൊരു കാരണം ഞങ്ങൾ ഒരു 10-20 വർഷത്തെ ആയി ഈ ഒരു രംഗത്ത് ഞങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്കൊരു ആവറേജ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ വന്നു എല്ലാം ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും കണ്ടു. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോഴാ സാധാരണ ഞങ്ങൾ വെക്കുന്ന പാത്രങ്ങളെല്ലാം പുറത്ത് ഇരിക്കണം, വലിയ പാത്രങ്ങളാണ്. ഇന്ന് ഞങ്ങൾ വെച്ചിട്ടില്ല, കണ്ടോ, ഒരു പായസം ഇവിടെ ഇല്ല, ഒന്നും ഞങ്ങൾ വേറെ വെച്ചിട്ടില്ല. എന്നുള്ള പായസം ഇതാണ്. എനിക്കറിയാം. എന്തായാലും തൃശ്ശൂർ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കച്ചവടം കുറയില്ല, ഗംഭീര കച്ചവടമായിരിക്കും. ഞങ്ങളിത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിനി മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.